നമുക്കറിയാം രാഹുൽ ഈശ്വർ എല്ലാ ഘട്ടത്തിലും ഏത് ലൈംഗികാക്രമണ കേസുകൾ ഉണ്ടാകുമ്പോഴും പ്രതികൾക്ക് വേണ്ടി പെട്ടെന്ന് ചാടി വീഴുകയും പ്രതികൾക്ക് വേണ്ടി വീഡിയോ ഉണ്ടാക്കുകയും ചെയ്യും. ഈ പെൺകുട്ടിക്ക് എതിരെ 12 വീഡിയോകളാണ് ഇയാൾ ഇതിനകം ചെയ്തിരിക്കുന്നത്. ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ 12 വീഡിയോ. അപ്പോൾ അതിനുള്ളൊരു താല്പര്യം അത് എവിടെ നിന്നുണ്ടാക്കുന്നു? അയാൾക്ക് അത് സ്വയം തോന്നിയിട്ടാണോ? അതോ അതിനൊരു പ്രേരണയുണ്ടോ? അതിന് സാമ്പത്തികമായി തന്നെ ഒരു നേട്ടമുണ്ടാകുന്നുണ്ടോ? ഇതൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആയുധം ലാപ്ടോപ്പൊക്കെ പോലീസ് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. എ ആർ ക്യാമ്പിലേക്ക് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ എപ്പോഴും പ്രതികൾക്ക് വേണ്ടിയുള്ള ശബ്ദമായി രാഹുൽ ഈശ്വർ എത്തുന്നു എന്നുള്ളതാണ്. രാഹുൽ ഈശ്വർ മാത്രമല്ല ട്ടോ. ഇപ്പോൾ മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു ഒരു സംവിധാനം കൂടി വന്നിട്ടുണ്ട്. അതായത് ഏത് ക്രിമിനലുകളും ജയിലിൽ നിന്നിറങ്ങുമ്പോൾ അവർക്ക് പൂമാലയിടുക, അവരെ സ്വീകരിക്കുക, ഞങ്ങൾ കൂടെയുണ്ടോ എന്ന് പറയുക. അപ്പം നമ്മൾ വിചാരിക്കും അവർ കുറച്ച് കുറച്ച് സംഘമല്ലേ എന്ന്. അങ്ങനെയല്ല. അവരുടെ പ്രവർത്തനം ഈ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രവർത്തിക്കുന്നു. അതിൽ സ്ത്രീകളടക്കം പ്രവർത്തിക്കുന്നു. ഉത്തരവാദപ്പെട്ടവരടക്കം പ്രവർത്തിക്കുന്നു. അതിനുശേഷം അതെങ്ങനെയാണ് അതൊരു ഒരു ഒരു വലിയ കൂട്ടത്തിൻ്റെ പ്രതികരണങ്ങൾ ഈ പറയുന്ന പരാതിക്കാരിക്കെതിരെ ഒരു തരത്തിലുള്ള അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുകയാണ്. അതായത് പൊതുസമൂഹത്തിൽ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കാൻ ഇവർക്ക് വലിയൊരു പങ്ക് വഹിക്കാനാകുന്നുണ്ട്. അവർ ചെന്ന് ഈ യുവതിക്കെതിരെ അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തിക്കൊണ്ട് അതാണ് ശരി എന്ന രൂപത്തിൽ പറയുന്നു. ചിലരെങ്കിലും അത് ശരിയായിരിക്കാമെന്ന് വിശ്വസിക്കുന്ന രൂപത്തിലേക്ക് വരികയും അങ്ങനെ ഒരു വലിയ സംഘത്തെ ആ രൂപത്തിൽ സമൂഹത്തിൽ തന്നെ ഒരു വലിയ സംഘത്തെ നെറേറ്റീവ് ഉണ്ടാക്കുക, ഒരു വലിയ സംഘത്തെ ആ രൂപത്തിലേക്ക് ആക്കി മാറ്റുകയും ചെയ്യണം. അപ്പോൾ സമൂഹത്തിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിൽ, അതായത് സ്ത്രീപക്ഷ നിലപാട് തന്നെ തെറ്റാണ്, അത് ചെയ്തുകൂടാ എന്നൊരു മോശം സന്ദേശം നൽകുന്ന ഒരു വലിയ സംഘമായി പ്രവർത്തിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കോൺഗ്രസിന് നടപടിയെടുക്കാൻ പറ്റാത്തതെന്നുകൊണ്ടാണ്. കോൺഗ്രസിൽ പ്രധാനപ്പെട്ട നേതാക്കളെ വെറുതെ വിട്ടിട്ടില്ല, പ്രതിപക്ഷ നേതാവിനെ വെറുതെ വിട്ടില്ല, പ്രതിപക്ഷ നേതാവിൻ്റെ കുടുംബത്തെ വെറുതെ വിട്ടിട്ടില്ല. അപ്പോൾ ഇവർക്ക് ഇതിന് ഒരു മടിയുമില്ല എന്നുള്ളതാണ്.